പ്രസിദ്ധ സുറിയാനി പണ്ഡിതനും ദൈവശാസ്ത്ര വിദഗ്ധനുമായ കൂനമായ്ക്കൽ തോമ കത്തനാർക്ക് ഭാരതത്തിന്റെ വലിയ മൽപ്പാൻ പദവി. സുറിയാനി ഭാഷാ പഠനത്തിനും പൈതൃക ഗവേഷണത്തിനുമായി സ്ഥാപിതമായ സിരിയയാണ് പദവി നൽകി ആദരിച്ചത്. പ്രസിദ്ധ സുറിയാനി പണ്ഡിതനും ദൈവശാസ്ത്ര വിദഗ്ധനുമായ കൂനമാക്കൽ തോമ കത്തനാരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സുറിയാനി ഭാഷാ പഠനത്തിനും പൈതൃക ഗവേഷണത്തിനുമായി കോട്ടയത്ത് സ്ഥാപിതമായ സിരി അഥവാ സെയിന്റ് എഫ്രൈംസ് എക്യുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിന് ഭാരതത്തിന്റെ വലിയ മൽപ്പാൻ പദവി നൽകി ആദരിച്ചു. റൂബി ജൂബിലി ആഘോഷിക്കുന്ന സിരിയിൽ അദ്ദേഹം ദീർഘകാലം അധ്യാപകനും ഡീൻ ഓഫ് സ്റ്റഡീസുമായിരുന്നു. 1955 നവംബർ 15 കോട്ടയം ജില്ലയിലെ രാമപുരത്താണ് കൂനമാക്കൽ തോമ കത്തനാർ ജനിച്ചത്. പാലാ രൂപതയിൽ വൈദികനായ അദ്ദേഹം ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് സുറിയാനി ഭാഷയിൽ ഡോക്ടർ ബിരുദം നേടിയിട്ടുണ്ട്. സുറിയാനി സഭാചരിത്രത്തെപ്പറ്റിയും മാർ അപ്രേം ഉൾപ്പെടെയുള്ള ആദ്യകാല ദൈവശാസ്ത്ര എഴുത്തുകാരെപ്പറ്റിയും നിരവധി ലേഖനങ്ങൾ അദ്ദേഹം അന്തർദേശീയ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളും ലേഖന പരമ്പരകളും അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേംബ്രിഡ്ജ്, ലണ്ടൻ, ഓക്സ്ഫോർഡ്, ഉപ്സല തുടങ്ങിയ സർവകലാശാലകളിലും ദമാസ്കസ്, ബാഗ്ദാദ്, ജർമ്മനി, ഇത്യോപ്യയിലെ ആഡിസ് അബാബ, ഉജ്ജയിൻ, വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠം തുടങ്ങിയ സ്ഥലങ്ങളിലും അദ്ദേഹം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അധ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മലയാളം ഭാഷയെ സുറിയാനി ലിപിയിൽ എഴുതുന്ന പുരാതന സമ്പ്രദായമായ കർശോൻ രീതിയെപ്പറ്റി ഏറ്റവും ആധികാരികമായ പഠനം നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. വിശ്വപ്രസിദ്ധ സുറിയാനി പണ്ഡിതനായ ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്കിന്റെ ശിഷ്യനുമാണ്. കോട്ടയം ജില്ലയിൽ കുറുവിലങ്ങാട് കാപ്പുംതലയിൽ സ്ഥിതി ചെയ്യുന്ന സുറിയാനി പഠനകേന്ദ്രവും സന്യാസാശ്രമവുമായ ബെയ്സ് അപ്രേം നസ്രാണി ദയറയുടെ സ്ഥാപകനും അദ്ദേഹമാണ്. സിറിയക് കത്തോലിക്ക പാത്രിയാർക്കീസ് ഇഗ്നാത്തിയോസ് ജോസഫ് മൂന്നാമൻ യോനാൻ ബാവയാണ് പദവി പ്രഖ്യാപിച്ചത്. ഭാരതത്തിലെ എല്ലാ പൗരസ്ത്യ സഭകളിൽ നിന്നും മെത്രാന്മാരും വൈദികരും അൽമായരും സന്നിഹിതരായിരുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.